IPOയ്ക്ക് മുന്നോടിയായി ലക്ഷം കോടിയുടെ വിമാനത്താവള പദ്ധതി പ്രഖ്യാപനം നടത്തി അദാനി. IPO 2028 മാർച്ചിന് മുൻപെന്നും ജീത് അദാനി. അദാനി എയർപോർട്ട്സ് വെറുമൊരു വിമാനത്താവള കമ്പനിയല്ല, അതൊരു ആഗോള സാമ്രാജ്യമായി മാറുകയാണെന്ന സൂചനയാണ് ജീത് അദാനി നൽകുന്നത്. വിമാനത്താവള പദ്ധതിക്കായി 2030 $11 ബില്യൺ നിക്ഷേപിക്കും. IPOയ്ക്ക് മുമ്പേ ഒരു വമ്പൻ വിദേശ പങ്കാളിയെ കണ്ടെത്താനും ലക്ഷ്യമിടുന്നു. അതേസമയം അദാനി എന്റർപ്രൈസസിൽ നിന്ന് എയർപോർട്ട് ബിസിനസിനെ വേർപെടുത്തി ഒരു സ്വതന്ത്ര കമ്പനിയായാണ് ലിസ്റ്റ് ചെയ്യുക. ഇത് നിലവിലെ അദാനി എന്റർപ്രൈസസ് ഓഹരി ഉടമകൾക്ക് വലിയ മൂല്യം നൽകുന്ന നീക്കമായിരിക്കും. സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ ഒരുങ്ങുന്ന അടുത്ത 11 വിമാനത്താവളങ്ങൾക്കായി അതിശക്തമായി ലേലത്തിൽ പങ്കെടുക്കുമെന്നും ജീത് അദാനി വ്യക്തമാക്കി. ഈ വികസനത്തിന്റെ കേന്ദ്രബിന്ദു ഡിസംബർ 25 തുറക്കുന്ന നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 20,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇതിന്റെ ആദ്യഘട്ടം പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. വെറും വിമാനത്താവളം മാത്രമല്ല, 20 ഹോട്ടലുകളും മോണോറെയിലുമുള്ള ഒരു എയ്റോ സിറ്റി തന്നെയാണ് 2030 ഇവിടെ ഉയരുക. യാത്രക്കാർക്ക് തങ്ങളുടെ ലഗേജ് എവിടെയാണെന്ന് തത്സമയം അറിയാനുള്ള അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം ഇതിന്റെ പ്രത്യേകതയാണ്. വിമാനത്താവളം നടത്തുക മാത്രമല്ല അദാനിയുടെ ലക്ഷ്യം. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി മേഖലയിലേക്കും അദാനി കടക്കാനുള്ള സാധ്യതയും ജീത് അദാനി വ്യക്തമാക്കി. നിലവിൽ ഇന്ത്യയിലെ വിമാനങ്ങൾ വലിയ അറ്റകുറ്റപ്പണികൾക്കായി വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഈ ബിസിനസ് പിടിച്ചെടുക്കാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള AI എഞ്ചിനീയറിംഗ് സർവീസസിനായി അദാനി ലേലം വിളിക്കും. കൂടാതെ ആഗോള കമ്പനികളുമായി ചേർന്ന് ഇന്ത്യൻ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യതയും ഗ്രൂപ്പ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലുള്ള അദാനി എയർപോർട്ട്സ് അടുത്ത 3 വർഷത്തിനകം പൂർണ്ണമായും ലാഭകരമായ കമ്പനിയായി മാറുമെന്നാണ് കണക്കാക്കുന്നത്. വരാനിരിക്കുന്ന വാരണാസി, ഭുവനേശ്വർ, അമൃത്സർ വിമാനത്താവളങ്ങൾ കൂടി അദാനിയുടെ കൈകളിലെത്തിയാൽ ഇന്ത്യൻ ആകാശത്ത് അദാനിക്ക് എതിരാളികൾ ഉണ്ടാകില്ല. ഇന്ത്യയിലെ വിമാനയാത്രക്കാരുടെ എണ്ണം വർഷം തോറും 15 മുതൽ 16% വരെ വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ വലിയ നിക്ഷേപത്തിന് പിന്നിൽ. ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇനിയും വലിയ വളർച്ചാ സാധ്യതയുണ്ടെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ.